ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ പി ഡി എ ഡിസൈൻ ചെയ്യാനുള്ള ആദ്യത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ പി ഡി എ ഫോർ ദി ലാംഗ്വേജ് L is equal to a raised to n b raised to n b raised to n where n greater than 0. അപ്പോൾ എ റേസ് ടു എൻ ബി റേസ് ടു എൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എൻ ഗ്രേറ്റർ ദാൻ 0 ആവാൻ പാടില്ല, 0യേക്കാൾ കൂടുതൽ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ എ പി ഡി എ ഫോർ ദ ലാംഗ്വേജ് എൽ ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ബി റേസ് ടു എൻ എൻ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മുടെ ഈ ലാംഗ്വേജസിനകത്ത് വരുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. എൻ ഈക്വൽ ടു 0 ഇല്ല, അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ 0, എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എ റേസ് ടു 1 ബി റേസ് ടു 1, അതായത് ഒരു എ ഒരു ബി. അടുത്തത് എന്നിന് നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. എന്നിന് 2 കൊടുക്കുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയറാണ്, എ ബി ബി. എന്നിന് 3 കൊടുക്കുമ്പോൾ എ ബി ബി ബി. ഓക്കെ, അപ്പോൾ ഇതേപോലെ പോകുന്നതായിരിക്കും ഈ ലാംഗ്വേജ്. അപ്പോൾ ഈ ലാംഗ്വേജ് CFG ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നതാണ് PDA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ലാംഗ്വേജ് എടുത്ത് ആ ലാംഗ്വേജ് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഡയഗ്രാംസ് വരയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, എ റേസ് ടു എൻ ബി റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ 0. കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ലാംഗ്വേജിലെ സ്ട്രിങ്സ് എടുത്തു കഴിഞ്ഞാൽ, സ്ട്രിങ്ങിൻ്റെ സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് അതിനകത്തുള്ളൊരു സെറ്റാണ്. എ ബി ബി എന്ന് പറയുന്നത്, അതായത് സെയിം നമ്പർ ഓഫ് എ സെയിം നമ്പർ ഓഫ് ബി വരുന്ന എല്ലാ സ്ട്രിങ്സും എന്തായിരിക്കും, ഇതിനകത്ത് എലമെൻ്റ് ആയിരിക്കും. ഒരു എ വന്നാൽ ഒരു ബി ആയിരിക്കണം, 2 എ ആണെങ്കിൽ 2 ബി, 10 എ ആണെങ്കിൽ 10 ബിയും ചേർന്ന് വരുന്നതായിരിക്കണം സ്ട്രിങ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ലാംഗ്വേജിനകത്ത് ആ ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനകത്ത് വരുന്ന ലാംഗ്വേജ് ഏതാണ്, അതിൻ്റെ അകത്ത് വരുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ PDAയുടെ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും കറസ്പോണ്ടിങ് ഒരു സിമ്പൽ എടുത്തു കഴിഞ്ഞാൽ എ ബി ബി ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിച്ചോളൂ. എ ബി ബി, 2 എ 2 ബി ആണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം ഡെൽറ്റ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0, ആദ്യം കൊടുക്കുന്നത് എ ബി ബി അല്ലേ പറഞ്ഞ ഫസ്റ്റ് എ. അപ്പോൾ നമ്മുടെ ടേപ്പിനകത്ത് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് ഫസ്റ്റ് എ, രണ്ടാമത്തത് എ, ദെൻ ബി, ലാസ്റ്റ് അടുത്ത ബി. അപ്പോൾ ഈ രീതിയിലാണ് ടേപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾ. ഇപ്പോൾ Q0 എ കോമ സ്റ്റാക്കിൽ എന്തായിരുന്നു Z0. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റിലാണ്, നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിലാണ്. എ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഇൻപുട്ടാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞെന്താണ്, അത് ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Q1 കോമ നമ്മൾ എ എന്ന് പറയുന്നത് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Z0 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ ഡെൽറ്റ ഇല്ല. ഡെൽറ്റ ഓഫ് Q0 കോമ എ കോമ Z0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത Q1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോവും. ദെൻ Z0, ആ സ്റ്റാക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z. എ ആണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് അതിനകത്ത് ഇൻപുട്ട് ചെയ്തത്. അപ്പോൾ Z0. അപ്പോൾ നമ്മൾ ആദ്യത്തെ എ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മൾ ഡെൽറ്റ ഓഫ് Q0, വീണ്ടും അടുത്ത ഇൻപുട്ട് ഏത് തന്നെയാണ്, എ തന്നെയാണ്. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഏതാ ഉള്ളത്, നേരത്തെ Z0 ആയിരുന്നു, ഇപ്പോൾ നമ്മൾ ഒരു എ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്താണ് ഉണ്ടാവുക, എ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഡെൽറ്റ ഓഫ് Q1 കോമ Q1 സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, Q1 കോമ എ ഇതെന്താണ്, നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ്. അവിടെ നിന്നുകൊണ്ട് അടുത്തതും എ എന്ന് പറയുന്നത്, ടേപ്പിനകത്ത് അടുത്തതും എ എന്ന് പറയുന്ന ഇൻപുട്ടാണ്. നമ്മൾ നേരത്തെ Z0യിലാണ് നിന്നത്, അവിടെ നമ്മളൊരു സ്റ്റാക്കിൽ ഒരു എ പുഷ് ചെയ്തു. ദെൻ അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് എ ആണ്. സോ എ. ഓക്കെ, അപ്പോൾ എ ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾ സെയിം നമ്മുടെ സ്റ്റാക്കിന് അകത്തുണ്ടായിരുന്ന അതേ സിമ്പിൾ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല, Q1 തന്നെ നിൽക്കും. ദെൻ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ കറസ്പോണ്ടിങ് നമ്മൾ Z0 നമ്മൾക്ക് ഉണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല. എ എന്ന് പറയുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ. Z0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എയും കഴിഞ്ഞു. അടുത്തത് നമുക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ബിയിലേക്കാണ് അല്ലേ. സോ Q1 നിന്ന് ഡെൽറ്റ ഓഫ് Q1 ബി ഇപ്പോൾ നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എ ആണ് അല്ലേ. അപ്പോൾ ഒരു പുതിയ ഇൻപുട്ടാണ് വന്നത്. പുതിയ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഓപ്പറേഷനാണ് നടക്കേണ്ടത്, പോപ്പ് ഓപ്പറേഷനാണ് നടക്കുന്നത്. പോപ്പ് ഓപ്പറേഷൻ ആകുമ്പോൾ Q2 സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒന്ന് മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. Q2, എ എന്ന് പറയുന്നതിലേക്ക് വരും. ഓക്കെ, ഇനി അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഒരെണ്ണം പോപ്പ് ചെയ്ത് മാറ്റി, അടുത്ത് വീണ്ടും ഇൻപുട്ട് സിമ്പലിൽ എന്താണ് വരുന്നത്, ബി ആണ് വരുന്നത്. സോ Q2 ഡെൽറ്റ ഓഫ് Q2, ബി. നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇപ്പോഴും എ തന്നെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ എ ആണ് ഇനി അടുത്തത് എന്ത് ചെയ്യുന്നത്, പോപ്പ് ചെയ്ത് കളയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യൂ, സെയിം ഇൻപുട്ട് തന്നെയല്ലേ വന്നേ. അപ്പോൾ Q2, നേരത്തെ ഉണ്ടായിരുന്ന എയും കൂടെ പോയപ്പോൾ എപ്സിലോൺ ആയി അല്ലേ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ Z0 ആണല്ലോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് നമ്മൾ Q2 എന്ന് പറയുന്നു, അതിനകത്ത് എപ്സിലോൺ എന്ന് പറയുന്നു. നമ്മുടെ ഇൻപുട്ട് ടേപ്പ് കംപ്ലീറ്റ് ആയി മീനിങ് അവിടെ ഇനി ഒന്നും തന്നെ ഇല്ല, അതാണ് എപ്സിലോൺ എന്ന് കാണിക്കുന്നത്. ദെൻ നമ്മുടെ സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ സിമ്പിൾ Z0 തന്നെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിൽ നമ്മൾ എത്തി. ഫൈനൽ സ്റ്റേറ്റ് എപ്പോഴും നമ്മൾ QF കൊണ്ടുവന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. QF Z0, വേറെ ഒന്നും സ്റ്റാക്കിലില്ല, QF Z0. ഓക്കെ, ദെൻ ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ ID എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ Q0 A BB Z0. അതിൽ നിന്ന് ഫസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് എ എടുക്കുമ്പോൾ സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, Q1 വന്നു, Z0 ആയി, റിമൈനിങ് ABB ആയി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ, നമ്മളതെങ്ങനെ വരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഡയഗ്രമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ Q0 പറഞ്ഞു, Q1 പറഞ്ഞു, Q2 പറഞ്ഞു, ലാസ്റ്റ് QF. അപ്പോൾ 4 സ്റ്റേറ്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ, 4 സ്റ്റേറ്റുകൾ Q0, Q1, Q2, QF എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസിഷൻസ് നമ്മൾ എഴുതിയ ഓരോ ട്രാൻസിഷനായിട്ട് എഴുതുക. Q0 നിന്ന് എ എന്ന് പറയുന്ന ഇൻപുട്ട് മേടിച്ചപ്പോൾ Q0 നിന്ന് എ എന്ന് പറയുന്നത് നമ്മൾ Z0 എന്നല്ലേ പറയുന്നത്, എക്ക് Z0. Q0 സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് Z0 മേടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, Z0 അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പ് ഡെൽറ്റ ഓഫ് Q0, Z0 എന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, Q1 Z0. അപ്പോൾ Q1 Z0. ഓക്കെ, ഇനി Q1 നിന്നുകൊണ്ട് എ മേടിച്ചു. Q1 നിന്നുകൊണ്ട് എ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A ആണ് അവിടുത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, A എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഓക്കെ, ഇനി Q1 നിന്ന് സെയിം Q1 നിന്നുകൊണ്ട് തന്നെ നമ്മൾ ബി എന്ന് പറയുന്ന ട്രാൻസിഷൻ, അവിടെ നിന്നുകൊണ്ട് ബി എന്ന് പറയുന്ന ട്രാൻസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടുന്നത് B1 A ആണ്. അവിടെ നമുക്ക് എ എന്ന് പറയുന്ന എപ്സിലോൺ ട്രാൻസിഷനാണുള്ളത്. അന്നേരം നമുക്ക് Q2 വരും. ദെൻ Q2 നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും ബി തന്നെ വാങ്ങിച്ചു. B, A ആണെങ്കിൽ ബാർ എപ്സിലോൺ തന്നെ നമുക്ക് വരും. ഇവിടെ നമുക്ക് എ ആണ്, സിമ്പിൾ എ. ഓക്കെ, ദെൻ നമുക്ക് B1 A കൊടുക്കുമ്പോൾ എപ്സിലോൺ, അതായത് ടേപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ Q2 വന്നു. ഇനി അവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, Z0 എപ്സിലോൺ ആണ്. Z0 ആയപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്, Z0. നേരത്തെ നമ്മൾ എന്താണ് ഒരു
ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1, ഒന്നുകിൽ A അല്ലെങ്കിൽ B, അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ ആ ട്രാൻസിഷനും നമ്മുടെ സ്റ്റാക്കിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും കൂടി എഴുതണം എല്ലാത്തിനകത്തും. അങ്ങനെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ID വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Q0 AA BB Z0. അത് കറസ്പോണ്ടിങ് എന്താവും? 1 സ്റ്റേറ്റിലേക്ക് പോവും. ഒരു A മാറ്റിക്കഴിഞ്ഞു, അപ്പോൾ ഒരു എയും 2 ബിയും AZ0 ആയി. അടുത്ത സ്റ്റേറ്റിൽ എന്താവും? വീണ്ടും A തന്നെ ആയതുകൊണ്ട് Q1 ചേഞ്ച് ആവില്ല. എന്ത് വരും? BB AA Z0. ദെൻ വീണ്ടും B ആണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു Q2 B. അപ്പോൾ എന്തായി? AZ0. വീണ്ടും B തന്നെ ആയതുകൊണ്ട് സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നില്ല, എപ്സിലോൺ Z0. സോ ലാസ്റ്റ് എന്താണ്? QF Z0. ഇതാണ് കറസ്പോണ്ടിങ് A⁻n B⁻n എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് PDA എന്ന് പറയുന്നത്. ഓക്കെ, n ഗ്രേറ്റർ ദാൻ 0 ആണ്. n ഈക്വൽ ടു 0 ആകുമ്പോൾ അടുത്ത കണ്ടീഷനാണ് വരുന്നത്. n ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ A⁻n B⁻n n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ Q0യിൽ നിന്നും A എന്ന് പറയുന്ന ഇൻപുട്ടാണ് നെക്സ്റ്റ് നമ്മുടെ ടേപ്പിനകത്തുള്ളത്. Z0 എന്ന് പറയുന്ന സ്റ്റാക്കിൻ്റെ സ്റ്റാർട്ട് സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒന്നുമില്ലാത്തതിൽ A കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ആവും, Q1 ആയി. നേരത്തെ Z0 ആയിരുന്നു, അതിൻ്റെ മണ്ടയ്ക്ക് എന്തുകൊണ്ട് വെച്ചു? A വെച്ചു. അപ്പോൾ നമുക്ക് AZ0 കിട്ടി. ഇനി ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് Q1ൽ നിന്നുകൊണ്ട് A എന്ന് പറയുന്ന അടുത്ത ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ Z0 അല്ല, A ആണ്. അത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല, Q1ൽ തന്നെ നിൽക്കും, Q1, AA. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റയിൽ നിന്ന് നമ്മുടെ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് B എന്ന് പറയുന്ന ഇൻപുട്ട് ടോപ്പ് എന്താണ്? A ആണ്. അപ്പോൾ നേരത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻപുട്ടാണ് വന്നത്. അപ്പോൾ നേരത്തെ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ നേരത്തെ എന്താണോ ഇൻസേർട്ട് ചെയ്തത് അത് പോപ്പ് ചെയ്ത് മാറ്റുക. അപ്പോൾ ആദ്യത്തെ A പോപ്പ് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് A എന്ന് വ്യത്യസ്തമായ ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നത്, B എന്ന് പറയുന്നത് കൊടുക്കുന്നത് കൊണ്ട് സ്റ്റേറ്റ് ചേഞ്ച് ആവും. എന്താവും? Q2 A. ദെൻ വീണ്ടും നമ്മൾ ഡെൽറ്റ ഓഫ് Q2, B, A എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ആവില്ല, കാരണം B എന്ന് പറയുന്ന ഇൻപുട്ട് തന്നെയാണ്. അപ്പോൾ Q2. ഇനി അവിടെ ഒന്നുമില്ല എന്നുള്ളത് 2 ബിയും ആയതുകൊണ്ട് നമുക്കവിടെ എന്ത് വരും? എപ്സിലോൺ വരും. ദെൻ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് Q2 എപ്സിലോൺ Z0 എന്ന് പറയും, കാരണം നമ്മളെല്ലാം പുഷ് ചെയ്തതെല്ലാം പോപ്പ് ചെയ്ത് മാറ്റി. ഇനി അവിടെ ഒന്നുമില്ല, Z0 തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻപുട്ട് ടേപ്പിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ അല്ലെങ്കിൽ MT സാധനമാണ് എന്നുള്ളതും സ്റ്റാക്ക് എപ്പോഴും Z0യിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലെത്തി എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻപുട്ടൊന്നും ഇല്ല, ഇൻപുട്ടിൻ്റെ ലാസ്റ്റ് സിമ്പലിലും എത്തി, അതായത് എപ്സിലോണിലെത്തി. ദെൻ സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് Z0യിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് സംഭവിച്ചത്? PDAയുടെ ഫൈനൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് QF നമ്മുടെ സ്റ്റാക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? Z0. സോ QF, Z0. അത് കഴിഞ്ഞ് അതിനെ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ NFAയ്ക്കും DFAയ്ക്കും ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ Q0 to Q1 എന്ന് പറയുന്നത് ഒന്നുകിൽ 1 കൊടുക്കും അല്ലെങ്കിൽ 0, ഏതാണോ ട്രാൻസിഷൻ വരുന്നത് അത് കൊടുക്കും. ഇവിടെ ട്രാൻസിഷന് പകരം നമ്മൾ എന്തൊക്കെ കൊടുക്കും? അതിൻ്റെ ആ പ്രൊഡക്ഷനും കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാക്കിൽ എന്ത് നമ്മൾ സേവ് ചെയ്യുന്നു അതും കൂടി കൊടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമ്മൾ A,Z0 ആയിരുന്നു. അവിടെ നമുക്ക് സ്റ്റാക്ക് കിട്ടുന്നത് എന്താണ്? AZ0. ഏത് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി Q1ൽ നിന്നുകൊണ്ട് വീണ്ടും A മേടിക്കുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, Q1ൽ തന്നെ നിൽക്കും. A, കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് A എന്ന് പറയുന്നതിന് കിട്ടും. ഇനി Q1ൽ നിന്നുകൊണ്ട് B എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, Q2
എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു എ നമ്മൾ കോപ്പി ചെയ്ത് മാറ്റും. സോ ബി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു എ കിട്ടും. ദെൻ നെക്സ്റ്റ് Q2-വിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു ബി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്സിലോൺ കിട്ടും. ദെൻ ആ Q2-വിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എപ്സിലോൺ വന്നു. പക്ഷേ എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് സിമ്പിൾ, അതായത് നമ്മളെടുത്ത സ്ട്രിങ് മൊത്തത്തിൽ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ മൊത്തത്തിൽ വന്നു, നമ്മുടെ സ്റ്റാക്ക് ഇപ്പോഴും മുമ്പ് എന്തായിരുന്നു, ഇത് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ആ സ്റ്റേറ്റിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ് എത്തിയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അവിടെ Q2 നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? Q2 ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും Z0 പിന്നെ എത്തി എന്ന് നമുക്ക് പറയാം. Z0യും ഇൻപുട്ട് എപ്സിലോണും സ്റ്റാക്ക് Z0 ആകുമ്പോൾ മാത്രമേ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ QFലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു എപ്സിലോൺ ട്രാൻസിഷൻ കൊടുത്ത് QF എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ആ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് അതിൻ്റെ PDA എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി.